കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ നോമ്പിൻ്റെ പ്രാർത്ഥനയുടെ 21-ാം ദിവസവും അതോടൊപ്പം തന്നെ ഒരു വിശുദ്ധ ഞായർ ദിനവും. ഞായർ എന്നത് ഉയർപ്പിൻ്റെ ഓർമ്മ ദിവസമാണ്, പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ നോമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിലേക്ക് അടുത്തു വരികയാണ്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു: യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. ക്രിസ്തുവിൻ്റെ ജനനത്തിനായി, തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന നമ്മുടെ ഹൃദയം, അത് വിശുദ്ധ നോമ്പിൻ്റെ ആന്തരിക ആത്മാവാണ്. ഈ തിരുവചനം നമ്മോട് പറയുന്നു: യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഉറച്ച ഹൃദയത്തോടെ ഈ വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്ന വിശ്വാസികളുടെ ഒരു യാത്രയാണ്. കാത്തിരിപ്പ് എന്നത് ദൈവം നമ്മെ മറക്കുന്നു എന്നതല്ല, മറിച്ച് ദൈവം നമ്മിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കത്തിലാണ് എന്നതിൻ്റെ അടയാളമാണ്. നിന്റെ പ്രാർത്ഥനകൾ നിശബ്ദമായതുപോലെ അങ്ങനെ നിന്റെ മനസ്സിൽ തോന്നുമ്പോൾ സ്വർഗം പ്രവർത്തിക്കുകയാണ്, നിന്നിലേക്ക് ആത്മമാരി ചൊരിയുവാൻ. അതാണ് ക്രിസ്തുവിൻ്റെ ജനനം നമ്മെ കാത്തിരിപ്പിൻ്റെ മറുപടിയായി നൽകുന്നത്. ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളോളം കാത്തിരുന്നു പ്രാർത്ഥനയോടെ. പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ഇസ്രായേൽ ജനം അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അപ്പോൾ ഒരു രാത്രി, മഞ്ഞു പെയ്യുന്ന, കുളിരുകോരുന്ന ഒരു രാത്രി, ഒരു കാലിത്തൊഴുത്തിൽ രക്ഷകൻ ജനിച്ചു. അതാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയത്: ഇത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന്. ആ തിരുപ്പിറവി ദൈവത്തിൻ്റെ മറുപടിയായിരുന്നു. ദൈവത്തിൻ്റെ മറുപടി എന്നത് അത് എപ്പോഴും അതിൻ്റെ ശരിയായ സമയത്തു തന്നെ നടക്കും, നടന്നിരിക്കും, അത് തീർച്ചയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞായർ ദിനം അത് നമ്മോട് പറയുന്നത് ഇതാണ്: ഇരുണ്ട വെള്ളിയാഴ്ച ദിനം കഴിഞ്ഞാലും, നിശബ്ദമായ ശനിയാഴ്ച ദിനം കഴിഞ്ഞാലും, ഞായർ വരും. അത് പുതുക്കത്തിൻ്റെ ദിനമായി വരും. അത് പുതുക്കത്തിൻ്റെ ദിവസമാണ്. ആയതുപോലെ നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ സമയത്ത് ഒരു ഉത്തരമുണ്ടാകും. അത് തീർച്ചയാണ്. പ്രാർത്ഥനയോടെ മടുത്തുപോകാതെ കാത്തിരിക്കുക. ഉത്തരം തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്നുണ്ടാകും. ഇന്ന് നമ്മൾ തിരുപ്പിറവിക്കായി കാത്തിരിക്കുകയാണ്. നിന്റെ തളർച്ചയിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ കുടുംബ പ്രശ്നങ്ങളിൽ, ആത്മീയ ശൂന്യതകളിൽ, എല്ലാം നിന്റെ പ്രവർത്തന മേഖലയിലും അവൻ ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ നോമ്പിൻ്റെ ഞായർ ദിനമായ ഇന്ന് നമുക്കൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഈ നോമ്പിലൂടെ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കാത്തിരിപ്പ് വ്യർത്ഥമായി പോകരുത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നു തന്നെ നീ അവിടുന്ന് ജനിക്കണമേ. യഹോവയെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം കർത്താവേ.